മിസ്സാക്കിയ ചാൻസ് കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് ലീഡ് ഇരിക്കുന്നത്. മിസ്സാക്കിയത് അടിച്ചിരുന്നേല. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മള് റൂമിൽ എല്ലാവരും ലീവാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങള് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഒരു ഓഫ് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങള് സാധാരണ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിലേക്ക് പോവാണ്. ഞാൻ പുതിയ അന്നത്തെ വ്ളോഗിൽ കളിച്ച സ്ഥലമല്ല, വേറെ ഗ്രൗണ്ടാണ്, ചെറിയ ഗ്രൗണ്ടാണ്, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റിയ സ്ഥലം. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മളെ ഫുട്ബോൾ വിശേഷങ്ങളാണ്. അപ്പൊ ഓക്കെ ഗൈസ്, വിശേഷങ്ങൾ കാണാം. ഗ്രൗണ്ടിലെത്തി. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ജോലെ കാണിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട് ഗ്രൗണ്ട്? നല്ല സൺസെറ്റ് ഉണ്ടെന്ന്, കുറച്ച് ലൈറ്റ് ഉള്ള ദിവസമാണ്. അപ്പൊ കളിക്കാൻ പറ്റിയ വെതറാണ്. ഇത് ശരിക്കും സെവൻസ് ഒക്കെ കളിക്കാൻ പറ്റും, കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ്. പക്ഷെ ഞങ്ങളിവിടെ 5 പേരൊക്കെ വെച്ചിട്ടാണ് കളിക്കാറ്. നോക്ക്, പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയ പുഴയൊക്കെ ഉണ്ട്, അത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ സമ്മറിൽ പൊതുവെ എല്ലാ ദിവസവും വരാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വിൻ്ററായി തുടങ്ങിയിട്ട് തണുപ്പായി, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറവാണ്. എന്നാലും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിട്ടലാണ്. അപ്പം ഇന്ന് എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കളി നടക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാബുജിയാണ് ഇന്നത്തെ മെയിൻ പ്ലെയർ. എന്നും മാൻ ഓഫ് ദി മാച്ച് ഇവനാണ് നേടാറ്. അപ്പൊ നമുക്ക് ഇന്ന് ഇവന്റെ കളി കാണാം. കളിക്കണേ പിന്നെ ഷവർമ കഴിച്ചിട്ട് നമ്മുടെ ടീം സെറ്റായി. പീയൂഷ്, ജോയല്, അതുപോലെ ജിറ്റോ അവിടെ, ഞാന്, വരുണ്, അതുപോലെ ജോയല്, ആരവലാണ്. ഞങ്ങള് ഒരാൾ കുറവുണ്ട്. അപ്പൊ 3-4 ആണ്. എടാ കൈ വേണ്ട, ചെറിയ പോസ്റ്റ് അല്ലേ. അപ്പൊ അത് മാറ്റാ, കുഴപ്പമില്ല. ഇപ്പൊ ഇവനാണ് കോമൺ, ഇവനെ മാറ്റി കളിക്കും. മെയിൻ പ്ലെയർ. അപ്പൊ ഗൈസ് കളി തുടങ്ങാൻ പോവാണ്. കളി തുടങ്ങാണ്. അപ്പൊ ഗൈസ് കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്, അതുകൊണ്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പൊ നല്ലൊരു കളി കാണാൻ പറ്റുന്നത്. സ്കോർ 1-1. രണ്ടുപേരും ഓരോന്ന് വെച്ച് അടിച്ചു. കിതക്കുന്നുണ്ട്. പറയേ ബാക്കി കളി തുടങ്ങി. ബാക്കിയുള്ള എല്ലാവരും വെള്ളം കുടിക്കാൻ പോയി, പക്ഷെ ബാബുജി സ്റ്റിൽ സ്ട്രോങ്. ഇല്ല, ഇത് പവറില്ല. ലീഡിങ്, ഞങ്ങളാ ലീഡിങ്. നമ്മൾ 5 മിസ്സാക്കിയ ചാൻസ് കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് ലീഡ് ഇരിക്കുന്നത്. മിസ്സാക്കിയത് ഇവിടെ അടിച്ചിരുന്നേല. ആരെ ഗോൾ അടിച്ചു? അപ്പൊ ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. വെള്ളം കുടിച്ച് എല്ലാവരും കളി തുടങ്ങുന്നതാണ്. കാണികളുണ്ടായിരുന്നു. ഒരു ഫോറിന് കളിയാണുണ്ടായിരുന്നു. പുള്ളി ബോറടിച്ച് പോയി. കളി കഴിഞ്ഞു വിചാരിച്ചു. നമ്മുടെ ഫസ്റ്റ് കളി കഴിഞ്ഞു. അതിൽ സ്കോർ 10-7 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ടീം ജയിച്ചു. അടുത്ത കളിയിലാണ് ഇപ്പൊ 3-2 ആണ് സ്കോർ. ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പീയൂഷ് തോറ്റിട്ട് നിർത്തിപ്പോയി. പീയൂഷ് പോയി. അതാ വന്നു പീയൂഷ് തോറ്റ് ഇടിഞ്ഞിട്ട് പോയി. എന്താ ചെയ്യാ. അപ്പൊ ഓക്കെ, ബാക്കി കളി കൂടി ഉണ്ട്. ഞങ്ങള് കളിക്കാൻ പോകുന്നത്. കളി കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പോഴേ ഒരു ബാഡ് വെതർ കണ്ടീഷൻ ആയിരുന്നു. ഫുള്ള് ഗ്രൗണ്ട് മൊത്തം ചെളിയായി, മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി ആയിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ പിള്ളേർക്കൊരു വിഷയമല്ല. നമ്മൾ കളിക്കാന്ന് വിചാരിച്ച്. ഇതാണ് ബേർഫൂട്ടാണ്, കാലൊക്കെ കണ്ടറിയാം. നാട്ടിലെ പറമ്പിൽ കളിച്ച മൂടാണ്.
സൂമിയുണ്ട്, അതാ നല്ലത്. ചിലപ്പോ കോപ്പിറൈറ്റ് വരെ കിട്ടും, വേറെ എന്തെങ്കിലും പറയും, വേണ്ട. അപ്പൊ കളിച്ച് പല പല ഹാഫായിട്ട് നമ്മൾ കളിച്ച് എല്ലാവരും ഓരോരോ സൈഡിൽ ഇതേണ്ട ജിറ്റോന്റെ പെർഫോമൻസ് ജിറ്റോന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ടോപ്പ് സ്കോറർ വെച്ച് കീച്ചുക, അതാണ് മച്ചാന്റെ സ്ട്രാറ്റജി. വെച്ച് കീച്ചുക, ഗോൾ പോച്ചർ, ശരിയായ പോച്ചറായിരുന്നു. കളിച്ച് ഡെഡായി. അവിടെ ഒരു മച്ചാൻ കുറെ നേരമായിട്ടോ വേറെ മൂടാ, വേറെ മൂടില്ല, കുറെ നേരം ശരിക്കുണ്ട്. അപ്പൊ കാശ് ഞങ്ങള് കളി കഴിഞ്ഞ് പോവാണ്. എല്ലാരും നല്ല ഷവർമ അടിച്ചാലോ പറ്റി സെറ്റ്. നമ്മള് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയില്, നല്ല വെതർ. അപ്പൊ കാശ് 2 മണിക്കൂറായി ഞങ്ങള് കളിക്കുന്നത്. സമയം പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് സമയം പോയി. അപ്പൊ എല്ലാരും ഡെഡായി. ഇനിയിപ്പോ പരിപാടി എന്ന് പറഞ്ഞാൽ ഷവർമ കഴിക്കാൻ പോവാ. നേരെ ഷവർമ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവാ. അപ്പൊ എല്ലാരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വീട്ടിൽ പോവാ, കുളിക്കണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ ഇവിടെ വ്ളോഗ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ദിസ് ഇസ് ടാലോ മല്ലോ സൈനിങ് ഓഫ്. സീ ഗൈസ്.